റെസിപ്പി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. എനിക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം. ചിക്കൻ വേവിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ജാറിലിട്ടിട്ടൊന്ന് ചീവി എടുക്കണം. ഉരുളൻകിഴങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് പുഴുങ്ങി വേവിച്ച് ഉടച്ചെടുക്കണം. പിന്നെ പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, സബോള ചെറുതായി അരിഞ്ഞത്. പൊടികൾ: മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഒരു തുണ്ട് മല്ലിപ്പൊടി. പാകത്തിന് ഉപ്പും ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വയ്ക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി ഉപ്പിട്ടിട്ട് വേവട്ടെ. ഉരുളൻകിഴങ്ങ് വെന്തു. അപ്പോൾ അത് ഉടയ്ക്കുന്നു. കട്ട്ലേറ്റിനുള്ള മസാലകൾ ശരിയാക്കാം. ചട്ടി വെച്ചു, എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിയില, വലിയ ഉള്ളി വാടാൻ എടുക്കും. പച്ചമണം മാറുന്നവരൊന്ന് വാട്ടട്ടെ. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുന്നു. ഉള്ളി മുളകൊക്കെ വഴണ്ട് വന്നു. പൊടികൾക്ക് ആവശ്യമുള്ളത് ഇടാം. മുളക്, മഞ്ഞൾ, മസാല, കുരുമുളക്, പെരിഞ്ജീരകം, തുണ്ട് മല്ലിപ്പൊടി ഇടുന്നത്. പക്ഷേ ഇതും കൂടി ഇതിലിടാം. ഇത് ശരിയായി. നമുക്ക് ഉരുളൻകിഴങ്ങ് ഉടച്ചേലേക്ക് ഇതിടാം. ഈ ഉരുളൻകിഴങ്ങും ഈ ഇറച്ചിയുടെയും മസാലയും ഒക്കെ കൂട്ടി തിരുമ്പി ശരിയാക്കട്ടെ. അപ്പോൾ ഇത് ശരിയാക്കി വെച്ചു. ഇനി എനിക്ക് മുട്ട വേണം, ബ്രെഡിൻ്റെ പൊടി വേണം. അപ്പോൾ പൊടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട പൊട്ടിക്കാം. ഒരു 3 മുട്ട എടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റിൻ്റെ അച്ചുകളുണ്ട്, പല പല ആകൃതിയിലുണ്ടാക്കാം. ഇത് വേറൊരാകൃതി. ആദ്യം ഉണ്ടാക്കിയത് വേറൊരാകൃതി. ഇനി ഇത് വേറൊരു അച്ചുണ്ട്. ഇത് വേറൊരാകൃതി. ഇത് വട്ടന. പിന്നെ ഇത് ലൗച്ചിനം, ഇത് കോഴിമുട്ട ആകൃതി. അങ്ങനെ 3 ആകൃതിയിൽ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓലങ്ങനെ പിടിച്ചാലും വേഗം ഉണ്ടാക്കാം. അച്ചില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ 3 തരത്തിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അച്ചില്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാക്കാം? കോഴിമുട്ട ആകൃതിയിൽ ഉണ്ടാക്കാം. എളുപ്പം പണി കഴിഞ്ഞ് അങ്ങനെ കയ്യെ വിട്ടാൽ അങ്ങനെ എടുക്കാം. നമ്മൾ ആദ്യം ആ പൊടിയിൽ ഉണ്ടാക്കി വെച്ചു. ഞാൻ അത് മുട്ടയിൽ മുക്കണം. മുക്കി ഇതിൽ മുക്കിയിട്ട് എണ്ണയിലിടണം. വീണ്ടും പൊടിയിൽ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിലിടുന്നത്. മറിച്ചിടാറായി, മറിച്ചിടണം.
വേഗമാവും. മുട്ടയിൽ മുക്കിയിടുന്ന വേവല്ലേ വേണ്ടോ. പാകമായി കോരി എടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.